ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കണ്ടല്ലേ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ്റെ തോട്. വാട്ടർമെലനല്ല, നമ്മൾ കഴിച്ചിട്ടെടുത്ത് കളയുന്ന സാധനം. തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ഒരു തോരൻ വെക്കാൻ പോവുക. നമ്മുടെ കുമ്പളങ്ങയൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞ് എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. തണ്ണിമത്തൻ്റെ തോട്. പിന്നെ നോർമലി സവാള ഉണ്ടെങ്കിൽ സവാള മതി. ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, തേങ്ങ, പിന്നെ ഉഴുന്ന്. നോർമലി ഞാൻ എൻ്റെ തോരനകത്തെല്ലാം ഉഴുന്നൊക്കെ ഇടാറുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചൂട് ചട്ടിക്കകത്തോട്ട് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം നമ്മുടെ പ്രധാന ഐറ്റം കടുക്. കടുക് പൊട്ടിയാൽ ഉടനെ നമ്മളുടെ ഉഴുന്നിനെ അങ്ങോട്ടേക്കുക. ഉഴുന്ന് ഇട്ടാലും നല്ലതാണ് കേട്ടോ. കൂടുതലും മൺചട്ടി അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില അതൊക്കെ പപ്പ ചെയ്ത് തരാം. പപ്പ കറി വെക്കുക. അതെ, വാട്ടർമെലൻ തോരൻ. അതെ, വാട്ടർമെലൻ തോരൻ. ഓക്കെ, താങ്ക് യു. സഭയ്ക്ക് വാട്ടർ ഇങ്ങെടുത്ത പപ്പായിക്ക് ഇവിടെ വേണം, ഇവിടെ പിടിക്കണം. ഇവിടെ പിടിച്ചാൽ കൈ കൊള്ളു. കണ്ടോ? പിന്നെന്താ, പിന്നെ നമുക്ക് സവോളയല്ല, ഉള്ളിയാണ്. ചെറിയുള്ളി, ഉഴുന്നിടുമ്പോൾ നമുക്കിങ്ങനെ തരിതരിയായിട്ട് കടിക്കാൻ കിട്ടും, നല്ല. പിന്നെ തേങ്ങ, മുട്ട വേണ്ടത് ഒരു മുട്ട കൊണ്ട് ചിപ്പിക്കും കേട്ടോ. തേങ്ങ ഇട്ടു. തേങ്ങ വെച്ച് തരാൻ വെയിറ്റ്. ചേച്ചി എന്ത് ചെയ്യേ? ഓക്കെ ഓക്കെ. അപ്പം അത് കറി വെക്കട്ടോ. അത് വാട്ടർമെലൻ ഇഷ്ടമാണ്, തിന്നോ. വാട്ടർമെലൻ്റെ തോട ടേസ്റ്റി. ഓക്കെ, ദെൻ ഞാനിപ്പോൾ ഇതിനകത്ത് പൊടിയൊക്കെ വെച്ച് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെന്താ, നമ്മുടെ പച്ചമുളക് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടോ കേട്ടോ. പച്ചമുളക് നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആയില്ല, സോ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. രുചി കൂടും. മുട്ട കഴിക്കേണ്ടവർക്ക് മുട്ട കഴിക്കാം. അതുകൊണ്ട് മുട്ട ഒഴിച്ചു. പിന്നെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ്
പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ശക്കലം കുരുമുളക് ഇട്ടു. മുളകില്ല, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാലും മതി. തോരൻ ചെറുപയറൊക്കെ വെക്കാം, നോക്കാം നമുക്ക്. അടച്ച് വെച്ച് തോരൻ ചെറുപയർ വെക്കാൻ എന്തൊക്കെയാ വേണ്ടെന്ന് സഭക്കൂട്ടം പറഞ്ഞു കൊടുക്ക്. ചെറുപയർ തോരൻ വെക്കാൻ ക്യാരറ്റ് വേണോ? ഓക്കെ. എന്താ ചെറുപയറോ? പറ. പിന്നെ അയ്യോ, വാട്ടർമെലൻ അതിനകത്ത് വിടണോ? ആ കൂട്ടുകാരെ, ഏകദേശം ഇതൊന്നും ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെ തോട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കും. വലിയ വേഗമൊന്നും വേണ്ട. നിൽക്കും ബേബി, പപ്പ വരാം. വെയിറ്റ്. നിൽക്ക് പപ്പയെ ചെയ്യട്ടെ. വെയിറ്റ്. ഒന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ നോക്കാം. നിൽക്കുക. വെയിറ്റ്. കാണിക്കാൻ നിന്നെ എടുക്കാൻ പറ്റത്തില്ല. പപ്പ വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലേ. ഇത് കഴിയുമ്പോൾ ഞാൻ നിന്നെ എടുക്കാം കേട്ടോ. എനിക്ക് അങ്കിളും എല്ലാവർക്കും നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുന്നതല്ലേ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ. വാട്ടർമെലൺ എങ്ങനെ തോരൻ വെക്കണ്ടെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കട്ടെ. ഉള്ള കാര്യം. ഇനി ഇതിനെ വേവിച്ചെടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുത്ത് വെള്ളമൊക്കെ കൊണ്ട് പറ്റിച്ച്, വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അടച്ച് വേവിക്കുമ്പോൾ ആ വെള്ളമൊക്കെ വീഴുമല്ലോ, അതൊക്കെ പറ്റണം. സോ വാട്ടർമെലൺ തോരൻ റെഡി. താങ്ക് യു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു സോ മച്ച്.